ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറി ക്രിസ്മസ്. അപ്പോൾ എല്ലാവരുടെയും പുൽക്കൂടും അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുവിധം റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അടിപൊളി 5 മിനിറ്റ് കൊണ്ടുള്ള ഒരു അടിപൊളി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ട്രൈപോഡാണ് കേട്ടോ. ഇത് ഞാൻ ക്യാമറ വെച്ചിരുന്ന ട്രൈപോഡാണ്. നമുക്ക് ഫോൺ വയ്ക്കുന്ന ട്രൈപോഡ്, അങ്ങനത്തെ ട്രൈപോഡുകളുണ്ടെങ്കിൽ അത് എങ്ങനത്തെ വേണമെങ്കിലും എടുക്കാം. അതിന് നമുക്ക് അതുപോലെ ഹൈറ്റ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാമല്ലോ. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, മേളിലും താഴേക്ക് ആക്കിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ മേളിലുള്ള ക്യാമറ വെക്കുന്ന സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് ഊരെടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം അതിങ്ങനെ താഴേക്ക് കണക്റ്റഡ് ആയിരിക്കുമല്ലോ. 3 കോണിൽ നിന്നുള്ള മൂന്ന് കാലുകൾ വന്നിട്ട് സെൻറ്ററിൽ കണക്റ്റഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്കത് ഊരെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു കട്ടിയുള്ളൊരു പേപ്പർ നമുക്ക് വേണം. കാർഡ്ബോർഡ് അത്രയും കട്ടി വേണ്ട, എന്നാലും നമ്മുടെ പേപ്പറിനേക്കാളും കട്ടിയുള്ളൊരു പേപ്പർ വേണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, അഡിഡാസിൽ നിന്ന് ഷൂസ് വാങ്ങിച്ച് ഒരു പേപ്പർ ബാഗ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനായി അത്യാവശ്യം കട്ടിയുണ്ട്. അപ്പോൾ ആ കട്ടിയുള്ള ആ ഒരു പേപ്പർ ബാഗ് എടുത്തിട്ട് ഇതുപോലെ കോണായിട്ട് മടക്കി കൊടുക്കാം. നമ്മൾ കുമ്പിൾ കുത്താന്ന് പറയില്ലേ, അതുതന്നെ സംഭവം, വേറെ ഒന്നുമില്ല. ഇതുപോലെ കോണാക്കി മടക്കി കൊടുത്തിട്ട് സൈഡിൽ പശ വെച്ച് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ ലെങ്ത്തിന് വേണ്ടിയിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ മേളിലുള്ള ആ ഒരു സ്ക്രൂ ഉള്ള സംഭവം ഊരാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയൊരു കോൺ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒരു പേപ്പർ, കട്ടിയുള്ള ഒരു പേപ്പർ കോണാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചത്. അതായത് ഇതുപോലെ ഒന്ന് മേളിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ സ്റ്റാൻഡിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ അതുമ്മ ചുറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഗിൽറ്റ് പേപ്പർ ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വൂളൻ ത്രെഡ് വേണമെങ്കിൽ വൂളൻ ത്രെഡ് എടുക്കാം, അല്ലെങ്കിൽ ഗ്രീൻ കളറിലുള്ള എന്തെങ്കിലും പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കാം, ഒരു പ്രശ്നമില്ല. പിന്നെ വൈറ്റ് ഉണ്ടെങ്കിൽ വൈറ്റ് എടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് കാണിക്കാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് ട്രീ ആയതുകൊണ്ട് തന്നെ അത്ര സിമ്പിളായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ ഞാൻ. എന്നിട്ട് നമ്മൾ കോൺ തുടങ്ങിയിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇത് താഴെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ചുറ്റി വന്നപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗിൽറ്റ് തീർന്നു പോയിട്ടോ. അപ്പോൾ ഞാനതൊന്നും കൂടി ഹൈറ്റ് കുറച്ച് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ ചുറ്റിയിട്ട് ശരിക്കും ഒരു ക്രിസ്മസ് ട്രീ ആയിട്ടില്ലേ. എനിക്ക് വാങ്ങാൻ കിട്ടാതിരുന്നിട്ടാണ് കേട്ടോ ഈ ഒരു ഗിൽറ്റ് പേപ്പർ. കടയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ എന്നുണ്ടെങ്കിൽ അധികം അത്ര കടകളിലൊന്നുമില്ല, കുറച്ച് കടകളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഗിൽറ്റ് പേപ്പർ അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചിട്ട് ബാക്കി ഹാങ്ങിങ്സൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടില്ലേ നമ്മുടെ ക്രിസ്മസ് ട്രീ. നമുക്ക് മാല ബൾബൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് വെറും കുറഞ്ഞ ചിലവിൽ നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരും കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നും കൂടിയും എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.